അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, വാങ്ക് കേൾക്കുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന മഹത്വങ്ങൾ ഇതൊക്കെയാണ്. പലരും വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാണ്. ഏത് ബിസിയുള്ള, ഏത് തിരക്കുള്ള ഒരു സംസാരമാണെങ്കിലും, അത്യാവശ്യമായ സംസാരമാണെങ്കിലും, അതിൽ നിന്ന് വരെ നമുക്ക് ഈ വാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരല്പം വാങ്ക് തീരുന്നത് വരേക്കും ഒന്ന് സംസാരം പിടിച്ചു നിർത്താണെങ്കിൽ നമുക്ക് ആഖിറം വെളിച്ചമായി കിട്ടും. ഇല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആക്കിബത്ത് മോശമായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ തന്നെയാണ് നമുക്കെയും ചരിത്രങ്ങൾ കേട്ടുവന്നത്. വാങ്കിനെ ബഹുമാനിച്ചവർ, വാങ്ക് കേൾക്കുന്ന സമയത്ത് ആദരിച്ച അമുസ്ലിമീങ്ങൾ വരെ മരിക്കുന്ന സമയത്ത് ഈമാന് കിട്ടിയ ചരിത്രങ്ങൾ നമുക്കെയും കേട്ടവരാണ്. അതുകൊണ്ട് വാങ്കിനെ നല്ലവണ്ണം ബഹുമാനിക്കണം. ആ വാങ്ക് കേൾക്കുന്ന സമയത്ത് നല്ല അതുപോലെ തന്നെ ഇരുന്ന് അതിനുള്ള ജവാബുകൾ കൊടുത്തിരിക്കണം. അള്ളാഹു അത്തരത്തിലുള്ള ഈമാനധാരികളിൽ അള്ളാഹു എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പരിചയപ്പെടുത്തുന്ന വിഷയം, വാങ്ക് കേൾക്കുന്ന സമയത്ത് മുഅദ്ദിന് പള്ളിയിൽ നിന്ന് വാങ്ക് വിളി തുടങ്ങുന്ന ആ ഒരു സമയം നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ആ ആദ്യ വാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ലാ, മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ലാ എന്ന് ഒരാൾ ചൊല്ലിയാൽ, ഒരു തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷം പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. 1,00,000 പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ 1,00,000 നന്മകൾ, ഹസനത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തും. 1,00,000 ദറജ അല്ലാഹു തആല കൊടുത്തിരിക്കും. 1,00,000 പദവി അല്ലാഹു തആല കൊടുത്തിരിക്കും. അത്രയും മഹത്വമുള്ള ദിക്റാണ് ഈ ദിക്ർ. ഇത്രയും മഹത്വം, ഇത്രയും പവർ ഈ ദിക്റിനുണ്ടെന്ന് ചില മഹാന്മാർക്ക് സംശയം തോന്നി. ഇത്രയും പ്രതിഫലം ലഭിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ, അവർക്ക് സ്വപ്നത്തിലൂടെ അവർക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, ഞാനൊരിക്കലും ബഖീലല്ല, കൊടുക്കുന്നതിൽ ബഖീലല്ല, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ചൊല്ലിക്കോളൂ, അത്രയും മഹത്വം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും എന്ന അത്രയും, അത് നമുക്ക് കിതാബുകളിൽ കാണാം, അത്രയും മഹത്വമുള്ള ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. വാങ്ക് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.